എല്ലാവർക്കും നമസ്കാരം. സംഭവം കുറച്ച് സീരിയസ് ആണല്ലോ അല്ലേ? ശരിക്കും പറഞ്ഞാൽ ഈ അവനവൻ കുരുക്കുന്ന കുരുക്കെടുത്തഴിച്ചിടും ഗുലുമാൽ എന്ന് പറയുന്ന ആ ഒരു പാട്ടാണ് എനിക്ക് ഓർമ്മ വരുന്നത്. ചില കുരുക്കുകൾ നമ്മൾ ഉണ്ടാക്കി വെക്കുന്നതാണ്. ഒരു 2-2.5 വർഷമായി രേഷ്മ പി തങ്കച്ചൻ എന്ന് പറയുന്ന വ്യക്തി സോഷ്യൽ മീഡിയ അടക്കി വാണുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതിൻ്റെ അവസാനം ഏകദേശം ഇതൊക്കെ തന്നെ ആയിരിക്കും എന്ന് ഊഹിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതൊരു അവസാനമൊന്നുമല്ല. രേഷ്മ പി തങ്കച്ചൻ ഇനിയും മുന്നോട്ട് പോകും, ഉറപ്പായിട്ടും മുന്നോട്ട് പോകണം, നിൽക്കാൻ പാടില്ല. ഇന്നത്തെ നമ്മുടെ വിഷയം വേറൊന്നുമല്ല. 2-3 ദിവസം മുൻപ് രേഷ്മ പി തങ്കച്ചൻ്റെ ഒരു ആൽബത്തിൽ അഭിനയിക്കാൻ പോയ കഥ നമ്മളെല്ലാവരും കണ്ടതാണ്. കുറേ അധികം ബൈറ്റുകൾ ഇവരെ പ്രൊമോട്ട് ചെയ്തുകൊണ്ടുള്ള ഇവരുടെ നല്ല നല്ല ശീലങ്ങളുടെ വിശേഷങ്ങളും ഒക്കെ നമ്മൾ കണ്ടതാണ്. ഇവരുടെ ചെരുപ്പിൻ്റെ വില കൂടിയ ചെരുപ്പിൻ്റെ ആ വിലയൊക്കെ നമ്മൾ അറിഞ്ഞതാണ്. അതൊക്കെ പൊളിച്ചടുക്കിക്കൊണ്ട് നമ്മൾ ഇന്നലെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. വീഡിയോ ഒരു ഷോർട്സ് ചെയ്യാനിട്ടു. ഇപ്പോൾ എന്താ സംഭവം ചോദിച്ചാൽ, ഇന്നലെ ഷെഫീന ചേച്ചി ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തു. അതായത് ആ ആൽബത്തിൻ്റെ സംവിധായകനും നടനുമായ വ്യക്തി ഷെഫീന ചേച്ചിയോട് സംസാരിക്കുന്ന ഒരു 4 മിനിറ്റ് വീഡിയോ പുറത്തു വിട്ടു. ഈ 4 മിനിറ്റ് വീഡിയോ പുറത്ത് വന്നപ്പോഴേക്കും ഇപ്പുറത്തെ സൈഡിലെ ആൾക്കാർക്ക് അങ്ങോട്ട് കുരുപൊട്ടി. വെളുപ്പിക്കണമല്ലോ, പിന്നെ വെളുപ്പിക്കാനുള്ള തത്രപ്പാടായിരുന്നു. പോയ ഇനാഗുറേഷൻ സ്ഥലത്ത് നിന്ന് തിരിച്ചു വരുന്ന വഴിക്ക് മീഡിയയ്ക്ക് ബൈറ്റ് കൊടുക്കുന്നു. ഇങ്ങനെ കുറേ കാര്യങ്ങളാണ് നമ്മൾ കണ്ടത്. അപ്പോൾ ഈ രേഷ്മ പി തങ്കച്ചൻ്റെ ഇൻ്റർവ്യൂ കണ്ടപ്പോൾ, ഒരു ഇൻ്റർവ്യൂ ആണ് വന്നത്. ആ ഇൻ്റർവ്യൂ കണ്ടപ്പോൾ എനിക്ക് തോന്നിയ ചില ചോദ്യങ്ങൾ ഞാൻ ഈ വീഡിയോ കൂടി ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഉത്തരം കിട്ടുമെന്നുള്ള പ്രതീക്ഷയൊന്നുമില്ല. പക്ഷേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ആ വീഡിയോ കാണുമ്പോൾ അല്ലെങ്കിൽ രേഷ്മ പി തങ്കച്ചൻ്റെ ഇൻ്റർവ്യൂ കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നിയ സംശയങ്ങൾ, നിങ്ങൾക്ക് തോന്നുന്ന സംശയങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതിയിടുക. അതോടൊപ്പം എനിക്കൊരു ചോദ്യം കൂടി ഉള്ളത്, രേഷ്മ പി തങ്കച്ചൻ്റെ സ്ഥാനത്ത് നിങ്ങളായിരുന്നുവെങ്കിൽ, ആ ആൽബത്തിൻ്റെ ലൊക്കേഷനിൽ ഇത്തരം ഒരു പ്രശ്നം നേരിടേണ്ടി വന്നുവെങ്കിൽ നിങ്ങൾ എന്തായിരിക്കും ചെയ്യുക? ആസ് എൻ ആർട്ടിസ്റ്റ് ഞാനാണെങ്കിൽ നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോകും. അത്തരം ഒരു അനുഭവം ഉണ്ടാകുമ്പോൾ, അത് ഇവർ പറയുന്ന പ്രകാരം ഒരു അനുഭവം ഉണ്ടാകുമ്പോൾ ഞാൻ നേരെ പോകുന്ന പോലീസ് സ്റ്റേഷനിലേക്കായിരിക്കും. കാരണം എനിക്കവിടെ മോശപ്പെട്ട അനുഭവമാണ് ഉണ്ടായതെന്നുള്ള ധാരണ എനിക്കുള്ളതുകൊണ്ട്. പക്ഷേ രേഷ്മ പി തങ്കച്ചൻ അതല്ല ചെയ്യുന്നത്. നമുക്ക് ആ വിഷയത്തിലേക്കൊക്കെ വരാം. അതിന് മുൻപ് ഈ വീഡിയോ കാണണം. ഞാൻ ഈ സംവിധായകൻ്റെ വീഡിയോ തൽക്കാലം ഇപ്പോൾ എടുക്കുന്നില്ല. കാരണം അതിൻ്റെ എന്തോ കൂടുതൽ വേർഷനൊക്കെ വരാനുണ്ടെന്നാണ് ഷെഫീന ചേച്ചി പറയുന്നത് കേട്ടത് അവരുടെ വീഡിയോയ്ക്കകത്ത്. അപ്പോൾ അത് മുഴുവൻ വന്നിട്ട് അതേക്കുറിച്ച് സംസാരിക്കാം. അദ്ദേഹം പറയുന്ന കാര്യത്തിനകത്ത് കുറച്ച് കാര്യങ്ങൾ എനിക്ക് അങ്ങോട്ട് ഡൈജസ്റ്റ് ആവാത്ത കാര്യങ്ങളുണ്ട്. അതേക്കുറിച്ചൊക്കെ നമുക്ക് സംസാരിക്കാം. പക്ഷേ ഇപ്പം ഞാൻ സംസാരിക്കാൻ പോകുന്നത് രേഷ്മ പി തങ്കച്ചൻ്റെ മറുപടി വീഡിയോയിൽ വെച്ചിട്ടാണ്. ഈ വീഡിയോ കാണുന്നതിനോടൊപ്പം തന്നെ എനിക്ക് ചോദിക്കാനുള്ള ചോദ്യങ്ങളും കൂടി ഞാൻ ചോദിച്ചു പോവാം. നിങ്ങൾ ഉറപ്പായിട്ട് നിങ്ങളുടെ ചോദ്യങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതുക. നിങ്ങളുടെ സംശയങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതിയിടാൻ വേണ്ടി ശ്രദ്ധിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതോടൊപ്പം തന്നെ നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. ആ ബെല്ലൈക്കൺ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്ത് വെച്ച് ആ ഹൈപ്പൊക്കെ ഒന്ന് കൊടുക്കുകയാണെങ്കിൽ കുറച്ചധികം ആൾക്കാരിലേക്ക് ഈ വീഡിയോ എത്തും. ഒരു പക്ഷേ ഈ വീഡിയോ ചെയ്യുന്ന അവസാനത്തെ വ്യക്തി ഞാനായിരിക്കും. ബാക്കി ഓൾമോസ്റ്റ് എല്ലാവരും ചെയ്ത് കഴിഞ്ഞു എന്ന് തോന്നുന്നു. കുറച്ച് പേരുടെയൊക്കെ തമ്മിൽ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. രേണു ഒരുപാട് ആരോപണങ്ങൾ തുടരെ വന്നുകൊണ്ട് വെക്കുകയാണ്. ലാസ്റ്റ് ഇപ്പം രേണു അഭിനയിക്കാൻ പോയ ഒരു ആൽബം ഷൂട്ട് മുടങ്ങി. അതിൽ ഒരുപാട് ആരോപണങ്ങൾ, രേണു അതിൽ ലഹരി ഉപയോഗിച്ചു എന്നൊക്കെ പറയുന്ന ഒരു അവസ്ഥ ഉണ്ടായി. എന്താണ് അതിനെ കുറിച്ച് പറയാനുള്ളത്? പച്ചക്കള്ളമാണ്. നമുക്ക് ഞാനും കുറച്ച് ആൾക്കാരോട്, നമ്മുടെ മീഡിയക്കാരെ കുറച്ച് പേര് അവർ പ്രൊമോഷന് വേണ്ടി വിളിച്ചു. അതായത് എന്നോട് ഈ വിപിൻ എന്ന് പറയുന്ന വിപിൻലാൽ എന്ന് പറഞ്ഞ ഈ ചെറ്റൻ തന്നെ ഞാൻ പബ്ലിക്കായിട്ട് പറയാം. അതുപോലെ വൃത്തികെട്ടവനാണ് ഈ വിപിൻലാൽ എന്ന് പറയുന്നവൻ. അവൻ കുണുങ്ങി എന്ന ആൽബത്തിലാണ് എന്നെ ദാസേട്ടനെ വെച്ചുള്ള ആൽബത്തിലാണ് ഞാൻ അയാളെ കണ്ടത്. അയാൾ ഡയറക്ടറായിരുന്നു. ഇതിനുശേഷം അയാൾ കുറെ നാൾ മുന്നേ എൻ്റെ ഒരു ദുബായിലോ അബുദാബിയിലുള്ള ഒരു സൗദിയിലുള്ള ഒരു പെണ്ണാണ് എൻ്റെ ഡയറക്ടർ. 24 മണിക്കൂർ വിളിച്ചോണ്ടിരിക്കാൻ അങ്ങോട്ടുള്ള. അപ്പോൾ ഞാൻ ചോദിച്ചത് ഇതാണ് പ്രൊഡ്യൂസർ, ഡയറക്ടർ അല്ല പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞു. പ്രൊഡ്യൂസർ കാശ് അയച്ചത് ഇവൻ ഈ പറയുന്ന പോലെ 15-20 ഒന്നും അയച്ചില്ല. എനിക്ക് അഡ്വാൻസ് അയച്ചിട്ടുണ്ട്. പുതിയൊരു ആൽബം ഉണ്ട്. എന്നോട് സ്റ്റോറി ഒന്നും പറഞ്ഞിട്ടില്ല. എന്നോട് പറഞ്ഞു കുറച്ച് ഡ്രസ്സാണ്, മോഡൽ ഡ്രസ്സാണെന്ന് പറഞ്ഞു ഇയാൾ. അപ്പോൾ ഞാൻ പറഞ്ഞു ശരി ചേട്ടാ, മോഡൽ ഡ്രസ്സാണ്, ഞാൻ നോക്കട്ടെ, എനിക്ക് കംഫർട്ടബിൾ. ഒന്നാമത്തെ എൻ്റെ സംശയം, ഇപ്പോൾ രേഷ്മ പി തങ്കച്ചനകത്ത് പറയുന്നു ഈ കുണുങ്ങി എന്ന് പറയുന്ന ആൽബത്തിലാണ് ഇവർ തമ്മിൽ ഒരുമിച്ച് വർക്ക് ചെയ്തത്. അതായത് ഇയാൾ ഡയറക്ടറായിട്ടും രേഷ്മ പി തങ്കച്ചൻ ആർട്ടിസ്റ്റായിട്ടും, ദാസൻ കോഴിക്കോട് ഇയാളായിരുന്നു കോ ആർട്ടിസ്റ്റ്. ആ സമയത്ത് ഈ പറയുന്ന സംവിധായകൻ മോശക്കാരനാണ് എങ്കിൽ രണ്ടാമത്തെ ആൽബത്തിലേക്ക് രേഷ്മ പി തങ്കച്ചൻ എന്തിനും പോയി? എൻ്റെ ഒന്നാമത്തെ ഒരു സംശയമാണ്. അതോടൊപ്പം തന്നെ 24 അവേഴ്സും ഈ പ്രൊഡ്യൂസറുമായിട്ട് ഈ സംവിധായകൻ സംസാരിക്കുന്ന കാര്യം അല്ലെങ്കിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം രേഷ്മ പി തങ്കച്ചൻ എങ്ങനെ അറിഞ്ഞു? കാര്യം കുണുങ്ങി എന്നുള്ള ആൽബം കഴിഞ്ഞ ശേഷം പിന്നെ നിങ്ങൾ കാണുന്നുണ്ടോ? തമ്മിൽ കാണുന്നില്ലല്ലോ. ഈ ആൽബത്തിൻ്റെ അഡ്വാൻസ് തരുന്നത് ആ സമയത്തല്ലല്ലോ, ആണോ? ആ സമയത്ത് അഡ്വാൻസ് തന്നിരുന്നെങ്കിൽ പറയാമായിരുന്നു. നിങ്ങൾ ഒരുമിച്ച് ഉള്ള സമയത്ത് ഈ സംവിധായകൻ പ്രൊഡ്യൂസറുമായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ചോദിച്ചു ആരാ എന്താ. ഇനി ആരാ എന്താണെന്ന് ചോദിക്കേണ്ട കാര്യം നിങ്ങൾക്കില്ല, അത് വേറെ കാര്യം. whatever. ഈ പൈസ അഡ്വാൻസ് കൊടുത്തത് ഈ ഇടയ്ക്കായിരിക്കുമല്ലോ, അല്ലെങ്കിൽ വളരെ റീസെൻ്റ് ആയിട്ടായിരിക്കുമല്ലോ. അപ്പോൾ പിന്നെ 24 മണിക്കൂർ സംസാരിച്ച കാര്യം എങ്ങനെയാണ് രേഷ്മ പി തങ്കച്ചൻ അറിയുന്നത്? 24 മണിക്കൂർ എന്ന് എക്സാഗറേറ്റ് പറയുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ എൻ്റെ ഒരു സംശയം ചോദിച്ചാണ്. ബാക്കി കേൾക്കാം. മാത്രം ഞാൻ റാസൽ ഗെയിമിൽ ദുബായിൽ പോവാ, നിങ്ങൾ എന്റെ വീട്ടിലോട്ട് അയച്ചു തന്നു. ഞാൻ വീട്ടിൽ വന്നിട്ട് 2 ദിവസം കഴിഞ്ഞ് കംഫർട്ടബിൾ ആണെങ്കിൽ മാത്രം ഞാനിത് ഇടത്തേ ഉള്ളൂ, ഇട്ട് അഭിനയിക്കാന്ന് പറഞ്ഞു. ശരി രണ്ടു, ഞാൻ അയച്ചുതരാം. അപ്പം റാസൽ ഗെയിമിൽ നിങ്ങൾക്ക് അറിയില്ല, എനിക്ക് അവിടെ നമുക്ക് വാട്സപ്പ് കോൾ അവൈലബിൾ അല്ല. വോയിസ് കേട്ടാൽ ഞാൻ ഈ പ്രൊമോഷന് പോകുന്നത് 2 മണിക്ക് 3 മണിക്കൊക്കെയാണ് ലേറ്റ് ആയിട്ട് ഞാൻ റൂമിൽ വരുന്നത്, പ്രൊമോഷൻ കഴിയുമ്പോഴത്തേനും 6 മണി തൊട്ടുള്ള. അപ്പോൾ എനിക്ക് വോയിസ് ഒന്നും ഞാൻ കേൾക്കത്തില്ല. ചിലപ്പോൾ കേട്ടെന്ന് വരുത്തി തിരിഞ്ഞ് ഞാൻ ലൈക്ക് ഇടും. ഇതാണ് കാര്യം. അപ്പം ഇയാൾ പറഞ്ഞതോ ഒന്നും ഞാൻ കേട്ടില്ല. ഇയാൾ പറഞ്ഞിട്ടുള്ളതൊന്നും എനിക്കറിയത്തില്ല. ഇന്ന സീനൊന്നും. രണ്ടാമത്തെ ചോദ്യം, ഇയാൾ ഇവിടുന്ന് മെസ്സേജ് അയക്കുവാണ്, വോയിസ് മെസ്സേജ് അയക്കുവാണ്.
ഇന്ന കാര്യങ്ങൾ വേണം, ഇന്ന കാര്യങ്ങളാണുള്ളത്, ഇന്ന കാര്യങ്ങളാണ് വരേണ്ടത്, കൊണ്ടുവരേണ്ടത്, ഇതൊക്കെ പറഞ്ഞ് വോയിസ് മെസ്സേജ് അയക്കുന്നുണ്ട്. ഡ്രസ്സിൻ്റെ സൈസ്, ഷൂവിൻ്റെ സൈസ്, ചെരുപ്പിൻ്റെ സൈസ്, ഇതൊക്കെ പറഞ്ഞ് വോയിസ് മെസ്സേജ് അയക്കുന്നുണ്ട്. ഇവരിതെല്ലാം കണ്ടു എന്ന് കാണിക്കാൻ വേണ്ടി ലൈക്കും ചെയ്യുന്നുണ്ട്. നിങ്ങൾ ആലോചിക്കുക, ടെക്സ്റ്റ് മെസ്സേജ് അല്ല, വോയിസ് മെസ്സേജാണ്. ഞാനിപ്പോൾ നിങ്ങൾക്കൊരു മെസ്സേജ് അയക്കുമ്പോൾ ഞാൻ നിങ്ങളോട് പറയുവാണ്, എന്നെ ഈ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളോട് പറയുവാണ്, നാളെ ഞാൻ ഉണ്ടാവില്ല കേട്ടോ എന്ന് പറഞ്ഞിട്ട് ഞാൻ നിങ്ങളുടെ വാട്സാപ്പിലേക്ക് ഒരു വോയിസ് മെസ്സേജ് അയച്ചു. നിങ്ങളത് തമ്പ് സിമ്പിൾ ഇട്ടിട്ട് എനിക്കിങ്ങോട്ട് അയക്കുവാണ്, തിരിച്ചയക്കുവാണ്. ഞാൻ എന്താ വിചാരിക്കുക, നിങ്ങളത് കണ്ടല്ലോ, അറിഞ്ഞല്ലോ, അപ്പോൾ ഞാൻ നാളെ വന്നില്ലെങ്കിലും കുഴപ്പമില്ല. അടുത്ത ദിവസം നിങ്ങൾ എന്നോടൊന്ന് ചോദിക്കുകയാണ്, എന്താ ദേവി ഇന്നലെ വരാത്തത്? ഞാൻ തിരിച്ചെന്തായിരിക്കും പറയുക? ഞാൻ പറഞ്ഞല്ലോ, ഞാൻ വരില്ല എന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, അയ്യോ ഞാനത് കണ്ടില്ലായിരുന്നു എന്ന് പറയുന്നതിൽ അർത്ഥമുണ്ടോ? കാരണം നിങ്ങളെനിക്ക് തമ്പ് ഓക്കെ എന്നുള്ള ലെവലാണല്ലോ ഈ തമ്പ് കൊടുക്കുന്നത്. നിങ്ങളെനിക്ക് തമ്പ് കൊടുത്ത് റിപ്ലൈ തന്നു കഴിഞ്ഞു. അപ്പോൾ ഞാനെന്താ വിചാരിക്കുക, എല്ലാ കാര്യങ്ങൾക്കും നിങ്ങൾ ഓക്കെയാണ്. അതുപോലെ ഈ ക്രൂ അല്ലെങ്കിൽ ഈ സംവിധായകൻ വിചാരിച്ചു, ഈ സംവിധായകൻ പറഞ്ഞ കാര്യങ്ങൾക്കെല്ലാം രേഷ്മ പി തങ്കച്ചൻ ഓക്കെയാണ്, സെറ്റാണ്. രേഷ്മ പി തങ്കച്ചൻ്റെ വാക്ക് അങ്ങനെയാണല്ലോ, സെറ്റാണ് എന്ന് പറഞ്ഞാണ് തമ്പ് കൊടുക്കുന്നത്. അതിന് സംവിധായകൻ തെറ്റു പറയാൻ പറ്റുമോ? ഇവർ തന്നെ സമ്മതിച്ചു കഴിഞ്ഞു, ഞാൻ ആ വോയിസ് കേട്ടിട്ടില്ല, പക്ഷെ ഞാൻ തമ്പ് കൊടുത്തു. എന്തിനു കൊടുത്തു? കേൾക്കാത്ത വോയിസിന് എന്തിനു തമ്പ് കൊടുക്കണം? പിറ്റേ ദിവസം രാവിലെ കൊടുത്താലും മതിയല്ലോ മറുപടി, ഇല്ലേ? അപ്പോൾ അവിടെ തന്നെ ഒരു കള്ളമാണ് എന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നു. ഇവർ ഭയങ്കര സങ്കടപ്പെട്ടൊക്കെ പറയുന്നുണ്ട്, പക്ഷേ എനിക്ക് ഇതിനകത്ത് യാതൊരു സഹതാപം തോന്നുന്നില്ല. കാരണം ഇത് ഇവർ വരുത്തി വെച്ചതാണ്. ഇത്തരത്തിലൊരു ആർട്ടിസ്റ്റാണ് താൻ എന്ന് ഇവർ തന്നെ പലപ്പോഴും പബ്ലിക്കിനോട് പറയാതെ പറഞ്ഞിട്ടുണ്ട്. കാശിന് വേണ്ടി ഞാൻ എന്തും ചെയ്യുമെന്ന ലെവലിൽ ഇവർ സംസാരിച്ചിട്ടുണ്ട്. അതിൻ്റെ പരിണത ഫലമാണ് ഇപ്പം ഇവർ ഈ കണ്ണുനീരൊഴുക്കുന്നത്. ഒരു സഹതാപം തോന്നുന്നില്ല, സത്യമായിട്ട് തോന്നുന്നില്ല. ഇതിനകത്ത് തെറ്റ് ചെയ്യുന്ന ആര്, ശരി ചെയ്യുന്ന ആര് എന്ന് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ പറ്റില്ല. മറ്റേ ആളുടെ പൂർണ്ണമായിട്ടുള്ള വേർഷൻ കൂടെ വന്നാൽ മാത്രമേ, വിത്ത് എവിഡൻസ് എന്തൊക്കെ ഉണ്ടെന്നാണ് ഷഫീന ചേച്ചി പറഞ്ഞ വീഡിയോയ്ക്കകത്ത്. അപ്പോൾ അത് വന്നാൽ മാത്രമേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ എന്താണ് സംഭവിച്ചിട്ടുള്ളത്. എന്നിട്ട് ഇവരുടെ വാലുകളെ ഏൽപ്പിച്ച് കാണും വെളുപ്പിക്കാൻ വേണ്ടി. കാരണം അതാണല്ലോ സാധാരണ ചെയ്യുന്നത്. ബാക്കി കേൾക്കാം. എന്നോട് ഒന്നും പറഞ്ഞിട്ടില്ല, ഒരു ആൽബം ഉണ്ടെന്നേ പറഞ്ഞു. പക്ഷേ ഇപ്പോൾ എനിക്ക് മനസ്സിലായി, തെർത്താത്തയുടെ കൊട്ടേഷൻ ആയിട്ട് എന്നെ എന്തോ കരുതി കൂട്ടി ഇവരെല്ലാം ചതിച്ചിട്ട് തെർത്താത്ത കിട്ട് കൊടുക്കാൻ വേണ്ടിയുള്ള കൊട്ടേഷൻ. അതായത് എന്റെ ഹസ്ബൻഡിന്റെ വീട്ടിൽ പോയ തെർത്താത്ത അതുപോലെ ഇപ്പോൾ പലരെയും വെച്ചിട്ട് എന്നെ കൊടുക്കാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിപ്പം എല്ലാ ബുദ്ധിയുള്ള മനുഷ്യർക്കറിയാം ഞാൻ അങ്ങനെ ഇവരുടെ വീട്ടിൽ. ഓക്കെ, അപ്പോൾ ഷഫീന ബേബി ഇവരെ കൊടുക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് കിച്ചുവിൻ്റെ വീഡിയോ വന്നതിന് ശേഷം, ഇവരുടെ മകനായ കിച്ചുവിൻ്റെ വീഡിയോ വന്നതിന് ശേഷം ഷഫീന ബേബി അവൻ്റെ വീട്ടിൽ, ഈ കൊല്ലം സുധിയുടെ വീട്ടിൽ പോകാനുണ്ടായ സാഹചര്യം അവരുടെ വീഡിയോയിൽ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തുകൊണ്ട് അവിടെ പോയി, എന്തുകൊണ്ട് കിച്ചുവിനെ കണ്ടു, സംസാരിച്ചു എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം കിച്ചു വന്നിട്ട് പബ്ലിക്കിൽ പറഞ്ഞ കാര്യമാണ്, എന്നെ ആരും മാനിപ്പുലേറ്റ് ചെയ്തിട്ടില്ല. അന്ന് രേഷ്മ പി തങ്കച്ചൻ പറഞ്ഞത് കിച്ചുവിനെ മാനിപ്പുലേറ്റ് ചെയ്ത് പറയിപ്പിച്ചതാണ് എന്നാണ് പറഞ്ഞത്. കിച്ചുവിന് പൈസ കൊടുത്ത് പറയിപ്പിച്ചു, കിച്ചുവിനെ മാനിപ്പുലേറ്റ് ചെയ്ത് പറയിപ്പിച്ചു. 2 ദിവസം മുൻപ് പോലും കിച്ചുവിനോട് ഞാൻ സംസാരിച്ചതാണ്, എന്നിട്ടും കിച്ചു ഇങ്ങനെ പറഞ്ഞത് എന്തിനാണെന്ന് എനിക്ക് അറിയത്തില്ല എന്നൊക്കെ പറഞ്ഞ രേഷ്മ പി തങ്കച്ചൻ പിന്നെ പറയുന്നു, അതായത് ഇന്നലെ ഈ ഇനാഗുറേഷൻ കഴിഞ്ഞിട്ട് പറയുന്നു, കിച്ചുവിനെ ആരും മാനിപ്പുലേറ്റ് ചെയ്തതല്ലെന്ന് കിച്ചു തന്നെ പറയുന്നുണ്ടല്ലോ. അന്നും ഇവര് ബ്ലെയിം ചെയ്തത് ആരെയായിരുന്നു? ഷഫീന ബീവിയായിരുന്നു. ഇന്നും ഇവർ ബ്ലെയിം ചെയ്യുന്നത് ഷഫീന ബീവിയാണ്. ശരിക്കും ഇതിൽ ആരെയാണ് ടാർഗറ്റ് ചെയ്യുന്നത്? നിങ്ങൾ പറ. രേഷ്മ പി തങ്കച്ചൻ ഷഫീന ബീവിയാണ് ടാർഗറ്റ് ചെയ്യുന്നത്, അതോ ഷഫീന ബീവി രേഷ്മ പി തങ്കച്ചനാണ് ടാർഗറ്റ് ചെയ്യുന്നത്? ഇവിടെ ഞാൻ ടാർഗറ്റ് ചെയ്യുന്നത് രേഷ്മ പി തങ്കച്ചനെ അല്ല. ഞാൻ ടാർഗറ്റ് ചെയ്യുന്നത് രണ്ട് കൂട്ടരെയാണ്. ഒന്ന്, രേഷ്മ പി തങ്കച്ചൻ്റെ മാനേജറായ കരിഷ്മ. 2, രേഷ്മ പി തങ്കച്ചൻ്റെ കൂടെ നടക്കുന്ന മീഡിയക്കാർ. ഈ മീഡിയക്കാരാണ് ഈ സ്ത്രീയെ ഇത്രമാത്രം അധപ്പതിച്ച ലെവലിലേക്ക് മാറ്റിയത്. ഇവരോട് മോശപ്പെട്ട രീതിയിലുള്ള ചോദ്യങ്ങൾ ചോദിച്ച്, ഇവരെ കൊണ്ട് മോശപ്പെട്ട രീതിയിലുള്ള മറുപടികൾ മേടിച്ച് പബ്ലിക്കിലേക്ക് ഇട്ട് കൊടുത്തു. പബ്ലിക്കിന്റെ വെറുപ്പ് സമ്പാദിച്ചു കൊടുക്കാൻ ഇവരെ ഏറ്റവും അധികം സഹായിച്ചത് ഈ മീഡിയക്കാരാണ്. ഒരു സ്ത്രീയോടും ചോദിക്കാൻ പാടില്ലാത്ത ചോദ്യങ്ങൾ ഇവരോട് ചോദിച്ചിട്ട് ഒരു സംസ്കാരവും ഒരു നാണവും ഒരു മാനവും ഇല്ലാത്തതുകൊണ്ട് ഇവരതിനെ എന്റർടൈൻ ചെയ്യും. സ്വാഭാവികമായിട്ടും ആ സാധനം അവർ പബ്ലിക്കിലേക്ക് കയറി ചെയ്യും. നാട്ടുകാർ വെറുത്ത് പണ്ടാരടങ്ങി. ഇതാണ് സംഭവിച്ചത്. എന്നിട്ട് എല്ലാം കൊണ്ട് ഷഫീന ബീവി കാരണമാണ്, ഷഫീന ബീവിയാണ് എന്നെ ടാർഗറ്റ് ചെയ്യുന്നത്. ഇവരാണ് ശരിക്കും അവരെ ടാർഗറ്റ് ചെയ്യുന്നത്. കാരണം ഇവരുടെ തെറ്റുകൾ മറയ്ക്കാൻ ഇവർക്കൊരു മറ വേണം. അപ്പോൾ ഷഫീന ബീവി എല്ലാം ചെയ്യിപ്പിക്കുന്നു എന്ന രീതിക്ക് ഇവർക്ക് വരുത്തി തീർക്കണം. കിച്ചുവിന്റെ വിഷയത്തിൽ അത് പൊളിഞ്ഞതാണ്. ഇപ്പോഴും അത് തന്നെയാണ് കൊണ്ടുവരുന്നത്. കാരണം ഷഫീന ബീവിയുടെ അടുത്താണ് ഇയാൾ വന്നിട്ട് എല്ലാം സംസാരിക്കുന്നത്. അപ്പോൾ അവരെന്ത് ചെയ്തു? അയാൾ ഇന്റർവ്യൂ എടുത്തു. നിങ്ങളത് തെളിയിക്കണം. ഷഫീന ബീവി ഈ ഡയറക്ടറെ കൊണ്ട് ഈ സംഭവം ചെയ്യിച്ചതാണ് എന്ന് നിങ്ങൾ തെളിയിക്കണം. നിങ്ങളിവിടെ യാതൊരു എവിഡൻസും വെക്കുന്നില്ല രേഷ്മ പി തങ്കച്ചൻ. നിങ്ങൾ വെറുതെ വളവള സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരികളെ കൊണ്ട് പറയിപ്പിക്കുന്നു. ഈ ആർ ജെ ലച്ചു പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, ഞാൻ അത് വെക്കാം. ഇവർ പറയുന്ന സ്റ്റേറ്റ്മെന്റും ആർ ജെ ലച്ചു പറയുന്ന സ്റ്റേറ്റ്മെന്റും തമ്മിൽ എൻറ്റയർലി ഡിഫറൻ്റ് ആണ്. ഒരു സാധനത്തിന്റെ പേര് പറയുന്നതാണ്. അപ്പോൾ പറഞ്ഞു കൊടുക്കുമ്പം കൂടെ ഉള്ളവരെ പഠിപ്പിച്ചു കൊടുക്കുക, എന്താണ് പറയേണ്ടതെന്ന് പഠിപ്പിച്ചു കൊടുക്കുക, ഇല്ലെങ്കിൽ പാളിപ്പോവും. നമുക്ക് ബാക്കി കേൾക്കാം. വിപിലാന്ന് പറഞ്ഞ വൃത്തികെട്ടവന്റെ വീട്ടിൽ ഞാൻ ചെന്നപ്പം ഇവന്റെ വൈഫും ഉണ്ട്. ഇവർ എനിക്ക് ഡ്രസ് എടുത്തപ്പോൾ ഞാൻ ഇട്ട് കംഫർട്ടബിൾ ആണോ, ഞാൻ എന്തായാലും കംഫർട്ടബിൾ ആണോ നോക്കി ഫോട്ടോ എടുത്തു. കാരണം എനിക്ക് അറിയണം, ഞാനിപ്പോൾ നോക്കിയപ്പോൾ എനിക്ക് കംഫർട്ടബിൾ അല്ല കേട്ടോ. ഞാൻ ചേച്ചി എനിക്ക് കംഫർട്ടബിൾ. എന്നിട്ട് പോലും ഇവർ സീൻ പറയുന്നില്ല. ഇവർ പറഞ്ഞൊരു പാർട്ടി വെയർ ആണ്, പാർട്ടിക്ക് ഡാൻസ് കളിക്കും. ഓക്കെ ശരി, എന്റെ മീഡിയക്കാർ നിങ്ങൾക്കറിയാം, കുറച്ച് പേരാണെങ്കിൽ എന്റെ സുഹൃത്തുക്കളാണ്, ഞാൻ അവരെ അങ്ങനെയാണ്, എന്റെ ബ്രദർമാർ. ആ ഫോട്ടോ എടുത്തെങ്കിൽ ആ ഫോട്ടോ നിങ്ങളുടെ ഫോണിൽ കാണില്ലേ? നിങ്ങൾ എന്താ കാണിക്കാത്തെ? നിങ്ങൾ എടുത്ത ഫോട്ടോ നിങ്ങളുടെ ഫോണിൽ കാണുമല്ലോ. എല്ലാത്തിനും തെളിവ് സൂക്ഷിക്കുന്ന ആളല്ലേ രേഷ്മ പി തങ്കച്ചൻ. എന്തുകൊണ്ട് ആ ഫോട്ടോ കാണിച്ചില്ല? നിസ്സാരം 200, 300, 400, 500 രൂപ സ്വന്തം മകൻ അയച്ചു കൊടുത്തതിന്റെ സ്ക്രീൻഷോട്ട് പോലും കൂട്ടുകാരികളെ കൊണ്ട് പുറത്തേക്ക് വിടിച്ച രേഷ്മ പി തങ്കച്ചൻ
എന്തുകൊണ്ട് ഈ ഫോട്ടോ പുറത്ത് കാണിച്ചില്ല? അങ്ങനത്തെ ഒരു ഫോട്ടോ ഉണ്ടോ? എന്റെ സംശയമാണ്. ആ ഫോട്ടോ ഉണ്ടെങ്കിൽ ആ ഫോട്ടോ പുറത്ത് കാണിച്ചിട്ടില്ല. ബാക്കി എന്റെ ചേച്ചിമാരുമായിട്ടാണ് ഞാൻ അവരെ കാണുന്നത്. അങ്ങനെയാണ്. കാരണം അവരന്നുള്ളത് കൊണ്ട് രക്ഷപ്പെട്ടല്ല. ഇവന്മാർ എന്നെ കൊന്ന് കുളിച്ചു മൂടിയാണ്. ഏറ്റവും വലിയൊരു ആരോപണം, മീഡിയക്കാരുള്ളത് കൊണ്ടാണ് ഞാൻ രക്ഷപ്പെട്ടത്, അല്ലെങ്കിൽ അവരെന്നെ കുഴിച്ചു മൂടിയാണ്. ഇതാണ് ആരോപണം. എൻ്റെ അടുത്തൊരു ചോദ്യം, നിങ്ങൾ കൊണ്ടുപോയ മീഡിയക്കാർ, നിങ്ങൾ പറയുന്നു അവരാണ് മീഡിയക്കാരെ വിളിച്ചതെന്ന്. ഷഫീന ബീവിയുടെ ഇന്നലത്തെ വീഡിയോ കണ്ടപ്പോൾ അതിനകത്ത് കാണിച്ചത് നിങ്ങൾ അങ്ങോട്ട് ഇവരോട് ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ്, ഇന്ന മീഡിയക്കാരെ വിളിക്കണം, അത് എസ്പെഷ്യലി ഈ ഒരാളെ മസ്റ്റായിട്ട് വിളിച്ചു നോക്കണം എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ അങ്ങോട്ട് സംസാരിക്കുന്ന ഓഡിയോ ഒക്കെ കേട്ടു. ഓക്കെ, അപ്പോൾ ഈ മീഡിയക്കാർ നിങ്ങളുടെ സഹോദരങ്ങളും അല്ലെങ്കിൽ സഹോദരിമാരുമാണെന്ന് നിങ്ങൾ പറയുമ്പോൾ, ഈ ലൊക്കേഷനിൽ ഇത്രയും വലിയൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ഈ മീഡിയക്കാർ അത് കവർ ചെയ്യാതിരിക്കില്ല. അങ്ങനെ ഒരു വിഷ്വൽസും ഞങ്ങളാരും കണ്ടിട്ടില്ല. ഞങ്ങൾ കാണുന്ന വിഷ്വൽസ് ഒക്കെ എന്താണ്? നിങ്ങൾ കുടിക്കുന്ന ബ്രാൻഡ്, അതിന്റെ കൂടെയുള്ള ടച്ചിങ്സ്, നിങ്ങളുടെ ചെരുപ്പിന്റെ വില, ഇത് മാത്രമാണ് ഞങ്ങൾ കാണുന്നത്, പൊതുജനം കാണുന്നത്. അവർ കുറെ അധികം എവിഡൻസ് പുറത്തു വിടുമ്പോൾ നിങ്ങൾ വെറുതെ സംസാരം മാത്രമേ ഉള്ളൂ. അതെന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നത്? നിങ്ങളുടെ ആൾക്കാരാണ് മീഡിയക്കാർ, അവരുടെ ആൾക്കാരല്ല. നിങ്ങൾക്ക് അറിയുന്ന, നിങ്ങൾ സഹോദരങ്ങളെ പോലെ കാണുന്ന ആൾക്കാരാണ് മീഡിയക്കാർ. നിങ്ങൾ പറയുന്നു ആ മീഡിയക്കാരാണ് നിങ്ങളെ രക്ഷിച്ചെന്ന് പറയുന്നു. ആ രക്ഷിച്ച മീഡിയക്കാരുടെ കയ്യിൽ ഒരു ഫുട്ടേജ് ഇല്ലേ? 6-7 പേരുണ്ടായിരുന്നല്ലോ, അതിൽ ആരുടെയെങ്കിലും കയ്യിൽ ഒരു ഫുട്ടേജ് ഉണ്ടാവില്ലേ? ഒന്നും കണ്ടില്ല. ഈ മീഡിയക്കാരെന്തേ പുറത്തുനിന്ന് പറയാത്ത നിങ്ങൾക്ക് വേണ്ടി? അവിടെ അങ്ങനെയൊന്നുമല്ല സംഭവിച്ചത്. അവിടെ സംഭവിച്ചത് ഇന്ന പോലെ രേഷ്മ പി തങ്കച്ചൻ പറയുന്ന പോലത്തെ കാര്യങ്ങളാണ് സംഭവിച്ചത് എന്ന് ഒരു മീഡിയക്കാരനും പുറത്തേക്ക് വന്നിട്ടില്ലല്ലോ ഈ 2 ദിവസമായിട്ട്, ഇന്നലെ ഇന്നുമായിട്ട് ആരെയും കണ്ടില്ല. ആ സംവിധായകൻ വന്ന് ഷഫീന ബീവിയോട് ഈ വിവരം പറയുന്നത് വരെ നിങ്ങളും ഈ വിവരം പുറത്ത് പറഞ്ഞിട്ടില്ല. അയാൾ ഇത് പുറത്ത് പറഞ്ഞില്ലായിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഇന്നും നാളെയും ഈ വിപിൻ എന്ന് പറയുന്ന സംവിധായകൻ നല്ലവനായിരുന്നു. അയാൾ ഇത് പുറത്ത് വന്ന് പറഞ്ഞപ്പോൾ അയാൾ മോശക്കാരനായി, അയാളുടെ ഭാര്യ മോശക്കാരായി. എനിക്ക് മനസ്സിലാവില്ല നിങ്ങൾക്ക് ശരിക്കും എന്താ നിങ്ങളുടെ പ്രശ്നമൊന്നും മനസ്സിലാവുന്നില്ല. നിങ്ങൾ എന്താണ് എന്ന് നിങ്ങൾ വളരെ വ്യക്തമായിട്ട് സമൂഹത്തിന് ഒരു മെസ്സേജ് കൊടുത്തിട്ടുണ്ട്. രേഷ്മ പി തങ്കച്ചൻ ഇന്നതാണ്, ഈ രീതിയിൽ ഞാൻ ജീവിക്കൂ എന്ന് നിങ്ങളൊരു മെസ്സേജ് കൊടുത്തു കഴിഞ്ഞു. അതിനനുസരിച്ചുള്ള വർക്കുകളെ നിങ്ങളെ വിളിക്കത്തുള്ളൂ, വർക്കുകൾക്കേ വിളിക്കത്തുള്ളൂ. അപ്പം നിങ്ങളത് എഗ്രി ചെയ്ത് പോയിട്ട്, നിങ്ങൾ തന്നെ പറഞ്ഞു ഞാൻ ലൈക്ക് കൊടുത്തു എന്ന് പറഞ്ഞു, എഗ്രി ചെയ്ത് പോയിട്ട് അവിടെ പോയി നിങ്ങൾ അത് പറ്റില്ല എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ പ്രശ്നങ്ങളുണ്ടാവും. ഈ പ്രശ്നങ്ങൾ ഉണ്ടായെന്ന് നിങ്ങളാണ് പറയുന്നത്. പക്ഷേ അതിൻ്റെ എവിഡൻസ്, അതിൻ്റെ ഒരു ഫുട്ടേജ് പോലും നിങ്ങൾ പുറത്ത് വിടുന്നില്ല, പുറത്ത് കാണിച്ചിട്ടില്ല. നിങ്ങളുടെ മീഡിയ സുഹൃത്തുക്കൾ പോലും അത് പുറത്ത് വിട്ടിട്ടില്ല. ആൽബം നിന്ന് പോകാതിരിക്കാൻ വേണ്ടി അല്ലേ? അപ്പോൾ നിങ്ങൾ ഇനിയും ആൽബത്തിൽ അഭിനയിക്കുമോ? നമുക്ക് ബാക്കി കേൾക്കാം, അതിലേക്ക് വരാം. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണ് ആ ഒരു റിസോർട്ടിൽ അരങ്ങേറിയത്. സത്യം പറയാലോ, അങ്ങനെ ഞാൻ അവിടെ ചെന്ന് സീൻ പറഞ്ഞു തരും. അപ്പോൾ രാവിലത്തെ സീനൊന്നും കുഴപ്പമില്ല, ഒരു പൂ തരുന്ന സീനാണ്, നിങ്ങളെല്ലാം കണ്ടു കാണും. ഇയാൾ തന്നെ പറഞ്ഞ് പ്രൊമോഷൻ കൊടുത്തു. ഒരു ഉച്ച കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പോൾ തൊട്ട് ഇയാൾ മാറ്റി മറിച്ച് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചു. ഞാൻ എന്ത് സീൻ എടുക്കാൻ പോകുന്നത്? ഇയാൾ ഒരു ഡ്രസ്സ് എടുത്ത് തന്നിട്ട് ഇതാണ് ഇടേണ്ടത്, ഇയാളുടെ വൈഫാണ്. ഇയാളുടെ വൈഫ് വന്നിട്ട് ഓരോന്ന് വീഡിയോ പിടിച്ചോണ്ടിരിക്കും. ഞാൻ ചോദിക്കുന്നത് ചേച്ചി എന്താ വീഡിയോ പിടിക്കുന്നത്? ഞാൻ വെറുതെ എനിക്കൊന്നും അറിയത്തില്ല. അപ്പം ഇവരെല്ലാം ഒത്തോണ്ട് ഷെഫീന ബീവി എന്ന് പറയുന്നത്, അതായത് ഈ തീർത്ഥാടനയ്ക്ക് കൊടുക്കാനുള്ള തെളിവുകളായിരുന്നു ഇതെന്ന് എനിക്ക് മനസ്സിലായി. നമ്മൾ നിഷ്കളങ്കര, നമ്മൾ ആരെ ചതിക്കുന്നില്ല, നമ്മൾ ഒരു ചതിയും ചെയ്ത ആൾക്കാരാണ് ഈ സ്ത്രീ. നമ്മൾ ആരും ചതിക്കില്ല, നമ്മൾ ഒരു കള്ളവും പറയില്ല. പക്ഷെ നാവെടുത്താൽ നിങ്ങൾ കള്ളം മാത്രമേ പറയത്തുള്ളൂ. അതിന്റെ തെളിവ് ഇന്നലെ ഞാനിട്ട ഷോർട്സിനകത്തുണ്ട്. നിങ്ങൾ തന്നെ പറഞ്ഞു നിങ്ങളുടെ ചെരുപ്പിന്റെ വില 35,000 രൂപയാണെന്ന് പറഞ്ഞു, ശരിയല്ലേ? ആ ചെരുപ്പ് എടപ്പാളുള്ള ഒരു ഷോപ്പുകാർ അവരുടെ ഇൻസ്റ്റഗ്രാം പേജിനകത്ത് സെയിം ചപ്പൽ വില 529 രൂപ. നിങ്ങൾ ആരെയാ മണ്ടന്മാരാക്കുന്നത്? നിങ്ങൾ ആരെയാ വിഡ്ഢികളാക്കുന്നത്? നിങ്ങൾ എന്താ വിചാരിച്ച് നാട്ടുകാരെല്ലാം പൊട്ടന്മാരാണെന്നോ? നിങ്ങളുടെ പുറകെ വാലുകളായിട്ട് നടക്കുന്ന കുറെ പൊട്ടന്മാരും പൊട്ടത്തികളും ഉണ്ടാവുമായിരിക്കും, പക്ഷെ എല്ലാവരും പൊട്ടന്മാരല്ല. അതാദ്യം നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾ പറയുന്നത് തൊണ്ട തൊടാതെ വിഴുങ്ങാൻ ഇത് സോഷ്യൽ മീഡിയ ആണ്. ഇവിടെ തലയിൽ ആളുതാമസമുള്ള കുറച്ച് പേരെങ്കിലും ഉണ്ടാവും, അവരിത് കുത്തിപ്പൊക്കിക്കൊണ്ട് വരികയും ചെയ്യും. അതുകൊണ്ട് ഒരു കാര്യം സോഷ്യൽ മീഡിയയിൽ പറയുമ്പോൾ 100 പ്രാവശ്യം ആലോചിക്കണം. ഞാൻ പറയുന്നത് എന്താണ്, എന്തിനെക്കുറിച്ചാണ് പറയുന്നത് എന്ന് ആലോചിക്കണം. ഇപ്പോൾ നിങ്ങൾ പല ആരോപണങ്ങളും പറയുന്നു, ഇത് നാളെ നിങ്ങൾ തിരുത്തി പറയും. നിങ്ങൾ തന്നെ തിരുത്തി പറയും. കഴിഞ്ഞ ദിവസം പറഞ്ഞു ഷഫീന ബീവിയാണ് കിച്ചനെ കൊണ്ട് പറയിപ്പിച്ചത്. ഇന്നലെ പറഞ്ഞു എന്നെ ആരും മാനിപ്പുലേറ്റ് ചെയ്തതല്ലെന്ന് കിച്ചു എന്നെ പറഞ്ഞല്ലോ എന്ന് പറഞ്ഞു. ഇതുപോലെ തന്നെ നാളെ മാറ്റി പറയും. നിങ്ങൾക്ക് ഈ മാറ്റി പറയുന്ന ഒരു പുത്തിരിയൊന്നുമല്ല. നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ രാഷ്ട്രീയത്തിൽ അറിയാൻ ശോഭിക്കും കേട്ടോ, പറയാതിരിക്കാൻ വയ്യ. കാരണം അവിടെയാണ് സാധാരണ ഇന്ന് പറയുന്നത് നാളെ മാറ്റി പറയുന്നത്. പക്ഷെ ഇവിടെ ജീവിതത്തിൽ മാറ്റി പറയുന്ന ആൾക്കാർ ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. ഇതുപോലൊരു ജന്മം സമ്മതിക്കണം എൻ്റെ പൊന്നോ, അതിനെ വെളുപ്പിക്കാൻ കുറേ എണ്ണവും. ഈ സ്ത്രീ പുരുഷനും എന്റെ അടുത്ത് പറഞ്ഞു, ഈ ഡ്രസ്സ്, കുഞ്ഞു ഡ്രസ്സ്, ഞാൻ ഡ്രസ്സ് നിങ്ങളെ കാണിക്കാം, കുഞ്ഞു ഡ്രസ്സ് ഇട്ടുകൊണ്ട് ഇങ്ങനെ എടുക്കണം, പിള്ളേരെ എടുക്കുന്ന പോലെ ഇയാൾ എന്നെ എടുക്കണം. ഞാൻ പറഞ്ഞു നടക്കത്തില്ല, അങ്ങനെ എടുക്കാൻ പറ്റത്തില്ല. അതെന്നെ അറിയണു. അപ്പോൾ ക്യാമറമാൻ എന്നോട് വന്നിട്ട് അയാളുടെ പേര് എനിക്കറിയില്ല, പുറകിൽ നിന്നുള്ള ആംഗിൾ വെക്കുന്നത്, രേണുവിന്റെ ഫേസ് മാത്രമേ ഉള്ളൂ, ഇങ്ങനെ തന്നെ എടുക്കണമെന്ന് നിർബന്ധിച്ചുകൊണ്ടിരിക്കുക. ഞാൻ പറഞ്ഞു പറ്റത്തില്ല. അപ്പൊ ഈ കള്ള വിപിലാൽ എന്ന് പറയുന്നത് ഈ കള്ള തേർഡ് റേറ്റ് അവന്റെ ഭാര്യ പറയാണ് ഞാൻ എടുത്ത് ഡെമോ ചെയ്യാം. ഞാൻ പറഞ്ഞു നടക്കത്തില്ല ചേച്ചി, എനിക്ക് അങ്ങനെ പറ്റത്തില്ല. അതും പോരാ. ഞാൻ അപ്പം ദാസേട്ടനും പ്രതീക്ഷയൊക്കെ നിന്നെ ആൽബത്തിൽ എടുക്കുന്നത്. ഞാൻ പറഞ്ഞു എന്നെ അവരെടുക്കുന്നത് ഇങ്ങനെയാണ് എടുക്കുന്നത്, എന്നെ ഒന്നും ഇങ്ങനെ എടുക്കുക, അല്ലാതെ ഇങ്ങനെ നമ്മുടെ കാല് കറച്ച് വെച്ച് എനിക്ക് നിങ്ങളെ എടുക്കാൻ സമ്മതിച്ചില്ല. കാരണം അപ്പൊ ഇങ്ങനെ എടുത്താൽ കുഴപ്പമില്ല. ഓക്കെ, അത് അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കണ്ടിട്ടില്ല കേട്ടോ, അതിന്റെ എവിഡൻസോ കാര്യങ്ങളൊന്നും നമ്മൾ കണ്ടിട്ടില്ല. ഇപ്പൊ അവരുടെ ഭാഗത്തും കണ്ടിട്ടില്ല, ഇവരുടെ ഭാഗത്തും കണ്ടിട്ടില്ല. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് 2 കൂട്ടരും പുറത്ത് വിടേണ്ട കാര്യങ്ങളാണ്. ഇവർ ഈ പറയുന്നത് മാത്രമേ ഉള്ളൂ, ഈ നഹു കൊണ്ട് ഇങ്ങനെ വളവള അടിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ രേഷ്മ പി തങ്കച്ചനാണ് പറയുന്നത് കൊണ്ട് ആരും വിശ്വസിക്കത്തില്ല. ഇവൻ ഞാൻ പോലും വിശ്വസിക്കുന്നില്ല. കാരണം ഇവരുടെ പ്രീവിയസ് ഹിസ്റ്ററി അങ്ങനെ ആയതുകൊണ്ട്, ഒരു കാര്യം പോലും സത്യസന്ധമായിട്ട് പറയാത്തത് കൊണ്ട് ഇവർ പറയുന്നത് വിശ്വസിക്കുന്ന ആൾക്കാരുണ്ടാവും. അതായത് രേഷ്മ പറഞ്ഞ അല്ലെങ്കിൽ രേണു പറഞ്ഞ കാര്യങ്ങൾ ഇതാണ് എന്ന് പറഞ്ഞ് നോക്കി തൊണ്ട തൊടാതെ വിഴുങ്ങുന്ന ആൾക്കാരുണ്ടാവും. പക്ഷേ എല്ലാവരും അങ്ങനെ തൊണ്ട തൊടാതെ വിഴുങ്ങുന്ന ആൾക്കാരല്ല.
അതായത് നിങ്ങൾ മനസ്സിലാക്കുക. ബാക്കി എനിക്ക് പറ്റൂല, ഒരു ആൽബമാണ് സിനിമയാണ് ഞാൻ ചെയ്യൂലെന്ന് പറഞ്ഞു. അപ്പൊ ഇയാൾ പറഞ്ഞു അടുത്ത സീൻ എന്ന് പറയുമ്പോൾ ഇങ്ങനെ എന്നെ കൊണ്ട് ബെഡിൽ കിടത്തിയിട്ട് പുക്കളയിൽ എന്തോ മുന്തിരി വെച്ചിട്ട് അയാൾക്ക് കടിച്ചെടുക്കണം എന്ന് ഇയാൾ പറഞ്ഞു. ഇവിടെയാണ് ഒരു വിരോധാഭാസം ഉള്ളത്. ഞാനേ നമ്മുടെ RJ ലച്ചു ഇന്നലെ ഇതുപോലെ തന്നെ ഒരു ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു. കൂടെ ഇന്റർവ്യൂ എടുത്ത ആളായിരുന്നു എനിക്ക് അറിയത്തില്ല. അത് ഇതുപോലെ തന്നെ വെളുപ്പിക്കൽ ഇന്റർവ്യൂ ആയിരുന്നു. ലച്ചു അവിടെ പോയി എല്ലാം കണ്ടതുപോലെയാണ് ലച്ചു പറയുന്നത്. രേഷ്മ പി തങ്കച്ചൻ വീട്ടിൽ വന്നിട്ട് വിളിച്ചറിയിച്ച കാര്യങ്ങളായിരിക്കാം, ഇന്നലെ പഠിപ്പിച്ചെടുത്ത കാര്യങ്ങളായിരിക്കാം, അതുകൊണ്ടായിരിക്കും തെറ്റിപ്പോയത്. ഞാൻ ആ ഇന്റർവ്യൂവിന്റെ ചെറിയ ഭാഗം കാണിച്ചു തരാം. ഈ പ്രശ്നം ഈ പറയുന്ന ലച്ചു നേരത്തെ അറിഞ്ഞായിരുന്നു. അന്ന് നൈറ്റ് തന്നെ നമ്മൾ ഈ കാര്യങ്ങൾ അറിഞ്ഞാണ്. അതിനകത്ത് ഇപ്പൊ ഇവർ പറയുന്ന പോലുള്ള കാര്യങ്ങളൊന്നും അല്ല അവിടെ നടന്നത്. ഒരു ഡയറക്ടർ എന്ന നിലയ്ക്ക് വിപിൻ ലാൽ എന്ന് പറഞ്ഞ ആ ഡയറക്ടർ ആ ആള് സ്ക്രിപ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. ആ ഒരു പരിപാടി അവിടെ ചെയ്തിട്ടില്ല. അന്ന് ഈ വർക്കിന്റെ അന്ന് വിളിച്ച് അവിടെ ചെന്നു. ഷൂട്ടിന്റെ അന്ന് ഇങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞു. അതിനകത്ത് പറഞ്ഞിരുന്നത് എന്താണ്, രേണു ചേച്ചിയുടെ പുക്കളിൽ ഒരു സ്ട്രോബെറി വെക്കും. ആ സ്ട്രോബെറി അതിനകത്ത് പറഞ്ഞിരുന്നത് എന്താണ്, രേണു ചേച്ചിയുടെ പുക്കളിൽ ഒരു സ്ട്രോബെറി വെക്കും. ആ സ്ട്രോബെറി ഈ പുള്ളിയാണ്. സ്ട്രോബെറിയോ? രേഷ്മ പി തങ്കച്ചൻ പറയുന്നു മുന്തിരിയാണെന്ന്, ലച്ചു പറയുന്നത് സ്ട്രോബെറി ആണെന്ന്. ഇതിൽ ശരിക്കും എന്താണോ അവിടെ വെക്കാൻ ഉദ്ദേശിച്ചത് അവർ? അപ്പൊ നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ അങ്ങോട്ട് മാറിപ്പോകാൻ നോക്കണേ, അല്ലെങ്കിൽ ചിലപ്പോൾ സ്ക്രിപ്റ്റ് മാറിപ്പോകും. ഇവരുടെ ഒരു രീതിയാണ്, എന്തെങ്കിലും ഒരു വിഷയം വരുമ്പോഴേക്കും ആ വിഷയത്തെക്കുറിച്ച് ഇവരുടെ കൂട്ടുകാരെല്ലാവരും ഒരുമിച്ച് ഒരേ കാര്യം സംസാരിക്കും. പക്ഷെ അതിനകത്ത് ആർക്കെങ്കിലുമൊക്കെ സ്ക്രിപ്റ്റിൽ പാളിച്ച പറ്റും. ആർക്കെങ്കിലുമൊക്കെ കഴിഞ്ഞ ദിവസം അറിയാമല്ലോ, രേഷ്മ പി തങ്കച്ചൻ വന്നിട്ട് 70,000 കണക്ക് പറഞ്ഞപ്പോൾ അപ്പുറത്തെ ആൾ വന്നിട്ട് 1,00,000 മേളിൽ കണക്ക് പറഞ്ഞു. ഇവിടെ 69,000 രൂപയുടെ ബൈക്ക് പറഞ്ഞപ്പോഴേക്കും അവിടെ 80,000 രൂപയുടെ ബൈക്ക് പറഞ്ഞു എന്ന് പറഞ്ഞ പോലെ ഇവിടെ രേഷ്മ പി തങ്കച്ചൻ പറയുന്നത് മുന്തിരിയാണെന്ന്, RJ ലച്ചു പറയുന്നു സ്ട്രോബെറി ആണെന്ന്. എന്താണ് പിള്ളേരെ, അറ്റ്ലീസ്റ്റ് പഠിപ്പിക്കുമ്പോൾ തെറ്റാതെ പഠിപ്പിക്കണ്ടേ? അതല്ലേ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്റർവ്യൂവിന്റെ ബാക്കി ഭാഗം ഒന്ന് കണ്ടു നോക്കാം. ആ താഴത്തെ കടയിൽ അറിയാൻ ചായയും പരിപ്പോടെ മാത്രമാണ് ഞാൻ കഴിച്ചത്. ഞങ്ങൾ കഴിച്ചത് അതിട്ടാണ് തിരിച്ചു വന്നത്. ഒരു മദ്യവും കഴിച്ചിട്ടില്ല, മയക്കുമരുന്നും കഴിച്ചിട്ടില്ല. ഞാൻ മദ്യം കഴിക്കുന്നത് ഞാൻ ആകെ കഴിക്കുന്ന വല്ലപ്പോഴാണ്. എന്റെ കുടുംബക്കാർ കസിൻസിനോടൊപ്പം വല്ല ക്രിസ്മസിന് കഴിക്കുക, അല്ലെങ്കിൽ ദുബായിൽ വല്ലതും പോകുമ്പോഴത്തേനും ഞാൻ കഴിക്കുന്നതല്ല. എനിക്കിത് ആരെ ബോധിപ്പിക്കണമല്ല. പക്ഷെ ഞാൻ പിന്നെ എന്തിനാ ബോധിപ്പിക്കുന്നത്? രേഷ്മ പി തങ്കച്ചൻ വന്ന് പറയുന്നുണ്ട് എനിക്ക് സന്തോഷം വരുമ്പോഴാണ് ഞാൻ കഴിക്കുന്നത്, സങ്കടം വരുമ്പോൾ ഞാൻ കഴിക്കാറില്ല എന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞതേ ഉള്ളൂ. ഇതെല്ലാം കാരണം എന്താണെന്നറിയൂ? നിങ്ങളുടെ നാവാണ്. നിങ്ങളുടെ നാവിൽ നിന്ന് വരുന്ന ആവശ്യമില്ലാത്ത വാക്കുകളാണ്, ആവശ്യമില്ലാത്ത സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് നിങ്ങളെ ഈ കുഴി കൊണ്ട് ചാടിച്ചത്. നിങ്ങൾ ആദ്യം നിങ്ങളുടെ നാവ് അടക്കുക. പലപ്പോഴും കുറേ കാലമായിട്ട് ഞങ്ങൾ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാർ പറയുന്നുണ്ട്, നിങ്ങളുടെ നാവിൽ നിന്ന് വരുന്ന വാക്കുകൾ, നിങ്ങളുടെ സംസാരം, നിങ്ങളുടെ പ്രവർത്തികൾ അത് അടക്കിയില്ലെങ്കിൽ നിങ്ങൾ പെടും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടെ അഹങ്കാരം കാരണം, നിങ്ങൾ കാരണമാണ് റിയാക്ഷൻ വീഡിയോക്കാർ ജീവിക്കുന്നത്. വേറെ ഇവിടെ കോണ്ടന്റ് ഇല്ലല്ലോ, കേരളമാണ്. ഇവിടെ കോണ്ടന്റുകൾക്ക് ക്ഷാമമൊന്നുമില്ല. പിന്നെ എടുക്കാനുള്ള സമയം നിങ്ങൾ തരുന്നില്ല. നിങ്ങളുടെ വിഷയം തന്നെ നിങ്ങൾ ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. വിഷയങ്ങൾ ഇല്ലാഞ്ഞിട്ടല്ല, പക്ഷെ ഞങ്ങളുടെ ടൈം ലൈനിൽ കയറി വരുന്നില്ല. അവിടെ എല്ലാം വരുന്നത് രേഷ്മ പി തങ്കച്ചനാണ്, മനസ്സിലായില്ലേ? അപ്പം അതുകൊണ്ട് നിങ്ങൾ ഈ പറയുന്നതിനകത്തൊന്നും യാതൊരു കഴമ്പുമില്ല. നിങ്ങളുടെ വിന, നിങ്ങളുടെ ഇന്നത്തെ അവസ്ഥയ്ക്ക് കാരണം നിങ്ങൾ തന്നെയാണ്. വേറെ ഒരാളുടെ മണ്ടയ്ക്ക് നിങ്ങൾ കൊണ്ട് വെക്കേണ്ട കാര്യമില്ല. ഇത് നിങ്ങൾ തിരിച്ചറിയില്ല. കാരണം നിങ്ങളുടെ കൂടെ നിൽക്കുന്നവർക്ക് ഇതിനെക്കുറിച്ച് പറഞ്ഞു തരാനോ അല്ലെങ്കിൽ നിങ്ങളെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കാനോ കഴിവില്ലാത്ത കുറേയാണോ നിങ്ങളുടെ കൂടെ നിൽക്കുന്നത്. അതുകൊണ്ടാണ് നിങ്ങളുടെ തെറ്റുകൾ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവാത്തത്. അവർ പറയുന്നത് എന്താണ്, രേഷ്മ നീ ചെയ്യ്. രേണു എന്നുള്ള പേര് ഞാൻ പറയുന്നില്ല, പേര് മാറ്റിയല്ലോ. രേഷ്മ നീ ചെയ്യ്, നീ പുലിയാണ്, നീ മാസാണ്, നീ മരണമാസാണ് എന്നും പറഞ്ഞ് തള്ളിവിടും. കാരണം അവർക്കൊന്നും നഷ്ടപ്പെടാനില്ല. നഷ്ടപ്പെടാനുള്ളത് നിങ്ങൾക്ക് മാത്രമാണ്. നിങ്ങൾ തിരിച്ചറിയുന്നില്ല. തിരിച്ചറിയാനുള്ള അവസരം അവർ നിങ്ങൾക്ക് തരുന്നില്ല. ഇപ്പോഴും നിങ്ങൾ നിങ്ങളുടെ തെറ്റുകൾ മറ്റൊരാളുടെ തലയിൽ കൊണ്ട് വയ്ക്കുമ്പോൾ നിങ്ങളവിടെ വെളുക്കുന്നില്ല. നിങ്ങൾ വീണ്ടും കറുത്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ കൂടെ ഉള്ളവർ കറുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. മനസ്സിലായോ? പിന്നെ ഫേസ്ബുക്കിൽ അവിടെ കുറേ അമ്മായിമാരും കിടപ്പുണ്ട്. വിധവയാണ്, 2 കുട്ടികളെ വളർത്താൻ വേണ്ടിയല്ലേ എന്നും പറഞ്ഞിട്ട് കരഞ്ഞു കിടപ്പുണ്ട്. പക്ഷേ യൂട്യൂബിലുള്ള ആൾക്കാർക്ക്, കുറേ ആൾക്കാർക്കെങ്കിലും തലയിൽ ആൾതാമസമുണ്ട്. അറ്റ്ലീസ്റ്റ് ഞങ്ങളെപ്പോലുള്ള ആൾക്കാരുടെ വീഡിയോ കാണുന്നവർക്കെങ്കിലും തലയിൽ ആൾതാമസമുണ്ട്. അതുകൊണ്ട് അവരാരും നിങ്ങൾ പറയുന്നത് വിശ്വസിക്കില്ല. കാര്യം നിങ്ങൾ പറയുന്നത് പച്ച കള്ളമാണെന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. നിങ്ങൾ സത്യം പറഞ്ഞ് ഇതുവരെയും കണ്ടിട്ടില്ല, അതാണ് സത്യം. അതുകൊണ്ടാണ് നിങ്ങൾ വിശ്വസിക്കാത്തത്. അതിനാരും തെറ്റ് പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങളുടെ ഈ അവസ്ഥയ്ക്ക് കാരണം നിങ്ങൾ തന്നെയാണ്. ബാക്കി ഇന്നത്തെ അടുത്ത ഇവൻ പറഞ്ഞ അടുത്ത സീൻ, ഈ വിപിലാൽ എന്ന് പറഞ്ഞ പറഞ്ഞ അടുത്ത സീൻ എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ മദ്യം കഴിച്ചിട്ട് അഭിനയിച്ചിട്ട് ഇയാളെ പിടിച്ച് ദേഹത്തോട് ചേർത്ത് ഉമ്മ വെക്കണം, ഇയാളെ ഇങ്ങനെ തലയിലെ മുടി അഴിക്കണം. ഞാൻ പറഞ്ഞു നടക്കത്തില്ല ചേട്ടാ. അപ്പോഴും ഈ മീഡിയക്കാർ, എന്റെ സുഹൃത്തുക്കളായിട്ടുള്ള മീഡിയക്കാരെ വെളിയിൽ ഇവരൊന്നും അറിയുന്ന പോലില്ല. സീൻ പറഞ്ഞു തരുവാന്ന് ഓർത്തെ. നിങ്ങൾ പിന്നെ എന്താ ദേവതയുടെ അഭിനയിക്കാൻ വിളിക്കും വിചാരിച്ചോ? നിങ്ങൾ ഉണ്ടാക്കി വെച്ചേക്കുന്ന പിക്ചർ അങ്ങനെയാണ്. സ്ത്രീ, നിങ്ങൾ ഉണ്ടാക്കി വെച്ചേക്കുന്ന, നിങ്ങൾ സമൂഹത്തിന് കൊടുത്തേക്കുന്ന പിക്ചർ, നിങ്ങളെക്കുറിച്ച് കൊടുത്തേക്കുന്ന പിക്ചർ അങ്ങനെയാണ്. അപ്പൊ പിന്നെ നിങ്ങൾക്ക് എങ്ങനെ നല്ലൊരു ക്യാരക്ടർ കിട്ടും, നല്ലൊരു വേഷം കിട്ടും? നിങ്ങൾ ഇതുവരെ ചെയ്തേക്കുന്ന വർക്കുകൾ എടുത്ത് നോക്കിയേ. നിങ്ങളുടെ ഒരു സെമീനൂടെങ്കിലും കാണിക്കാത്ത ക്യാരക്ടർ ഉണ്ടോ? ചിലപ്പോൾ 1 or 2 വിരൽ ഉണ്ടാവുന്ന വർക്ക് ഉണ്ടാവും. നിങ്ങൾ പറയാറുണ്ട് 10-15 വർക്ക് ഞാൻ ചെയ്തെന്ന് പറയും, 10-15 വർക്ക് ഞാൻ ചെയ്തിട്ടുണ്ടെന്ന് പറയും. പക്ഷേ റീസെന്റ് ആയിട്ട് പുറത്ത് വന്നിട്ടുള്ള ഭയങ്കര എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ആൽബങ്ങളിലെല്ലാം സെമീനൂടെ ആർട്ടിസ്റ്റ് തന്നെയാണ്, അല്ലാതെ ഒന്നും അല്ല. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ അങ്ങനെ ടൈപ്പ് കാസ്റ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞു. നിങ്ങൾക്കത് മനസ്സിലാവില്ല, അത്രേ ഉള്ളൂ. ബാക്കി ആരുടെ പ്രൊമോഷന് വേണ്ടി? ഇപ്പം ഡയറക്ടർ വിളിച്ചു വരുത്തിയെങ്കിൽ ഡയറക്ടറുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്നല്ലേ വിഷ്വൽസ് പുറത്തു വരുള്ളൂ. ആളുടെ ആൽബത്തെക്കുറിച്ചും അല്ലെങ്കിൽ ആ സംവിധായകനെ കുറിച്ചും ഒക്കെ അല്ലേ പുറത്തു വരേണ്ടത്. സംവിധായകനാണ് വിളിച്ചു വരുത്തിയതെങ്കിൽ. പക്ഷേ പേഴ്സണലി ഞാൻ കണ്ടിട്ടുള്ള വീഡിയോ മുഴുവൻ രേഷ്മ പി തങ്കച്ചനെ ഹൈലൈറ്റ് ചെയ്യുന്ന വീഡിയോസാണ്. രേഷ്മ പി തങ്കച്ചൻ്റെ കുടിക്കുന്ന കാര്യങ്ങളും, രേഷ്മ പി തങ്കച്ചൻ്റെ ചെരുപ്പും, രേഷ്മ പി തങ്കച്ചൻ്റെ ഡ്രസ്സും, രേഷ്മ പി തങ്കച്ചൻ്റെ കോസ്റ്റും, ഇതൊക്കെയാണ് ഞാൻ കണ്ട വീഡിയോസ്. അല്ലാണ്ട് ആൽബത്തെക്കുറിച്ചോ
ആൽബത്തിന്റെ പേര് പോലും പുറത്തു വന്നിട്ടില്ല. ഒരു ആൽബത്തിന്റെ സംവിധായകനാണ് ആ മീഡിയക്കാരെ വിളിച്ചെങ്കിൽ ആൽബത്തല്ലേ പ്രൊമോട്ട് ചെയ്യുള്ളൂ. പക്ഷെ ആ ദിവസം അവിടെ പ്രൊമോഷൻ നടന്ന ആർക്ക് വേണ്ടിയാണ്? നിങ്ങൾക്ക് വേണ്ടിയാണ്. ദാറ്റ് മീൻസ് നിങ്ങളാണ് അവരെ വിളിച്ചു വരുത്തിയത്, അവരെ വിളിക്കാൻ വേണ്ടി ഇവരെ ഏൽപ്പിച്ചത്. ഇവർ വിളിച്ചു, അവർ വന്നു, നിങ്ങൾ നമ്പർ കൊടുത്തിട്ട്. അതിനകത്ത് നിങ്ങൾ സ്പെഷ്യലി ഒരാളെ വിളിക്കണം എന്നൊക്കെ പറയുന്നത്, എന്തെങ്കിലും പേര് ഓർമ്മയില്ല, അമലെന്നോ അങ്ങനത്തെ പേര് പറയുന്നു, വിളിക്കാൻ പറയുന്നുണ്ട്. ആ ഓഡിയോക്ക് ഇന്നലെ കേട്ടതാണ്. നിങ്ങൾ ആരെയായി പറ്റിക്കുന്നത്? നുണ പറഞ്ഞ് പറ്റിക്കുന്നത് ആരെയാണ്? ഞാൻ വീണ്ടും പറയുന്നു, ആൽബത്തിന്റെ സംവിധായകൻ വിളിച്ചിട്ടാണ് ആ മീഡിയക്കാർ വന്നതെങ്കിൽ ആ ആൽബത്തിന്റെ പേര് എന്നെ കണ്ടുപിടിക്കുന്നത് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയോ? ഏതെങ്കിലും മീഡിയയിൽ, ഇവർ പറയുന്ന ഏതെങ്കിലും മീഡിയയിൽ ആൽബത്തിന്റെ പേര് പുറത്തു വന്നിട്ടുണ്ടോ? ഞാൻ കണ്ടില്ല കേട്ടോ, ഞാൻ കേട്ടില്ല. ഇനി ആ സംവിധായകന്റെ പേര് ഇന്നലെ ഷഫീന ബീവി ആ വീഡിയോ പുറത്ത് വിടുന്നത് വരെ ആ സംവിധായകന്റെ പേര് ആർക്കെങ്കിലും അറിയാമായിരുന്നോ? എനിക്കറിയില്ലായിരുന്നു. അയാളാണ് സംവിധായകൻ എന്ന് പോലും അറിയില്ലായിരുന്നു. അയാൾ ആർട്ടിസ്റ്റ് ആണെന്ന് അറിയാം, പക്ഷെ അയാളാണ് സംവിധായകൻ എന്ന് പോലും അറിയില്ലായിരുന്നു, മനസ്സിലായില്ല. ക്യാമറാമാൻ ആരാണ്, അയാളുടെ പേരെന്താണ്? ഈ ഒരു പ്രൊമോഷന് വേണ്ടി ഒരു മീഡിയക്കാരെ വിളിക്കുമ്പോൾ ഇതൊക്കെയല്ലേ പുറത്തു വരേണ്ടത്. പക്ഷെ ഇത് എന്തെങ്കിലും പുറത്തു വന്നിട്ടുണ്ടോ? എന്നാൽ പുറത്ത് വന്നു. എന്താണ്? സ്കേർട്ട് ഇട്ട് മറ്റേ ജാക്കറ്റ് ഇട്ട് നിൽക്കുന്ന രേഷ്മ പി തങ്കച്ചന്റെ കുറേ അധികം വീഡിയോസ് പുറത്ത് വന്നു. അപ്പോൾ ശരിക്കും ആരെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി മീഡിയക്കാർ വന്നത്? നിങ്ങളെയാണോ ആൽബത്തെയാണോ? നിങ്ങൾ പറയുന്നു സംവിധായകൻ വിളിച്ചിട്ട് വന്നു. സംവിധായകൻ നിങ്ങളെ പ്രൊമോട്ട് ചെയ്ത കാര്യം എന്താണ്? സംവിധായകൻ പ്രൊമോട്ട് ചെയ്യേണ്ടത് അയാളുടെ വർക്കിനെ അല്ലേ? അവിടെ തന്നെ നിങ്ങളുടെ വാദം പൊളിഞ്ഞു. ബാക്കി എനിക്ക് സഹോദരങ്ങളുണ്ട് മീഡിയക്കാർ. ഞാൻ പറഞ്ഞ ചേട്ടാ ഇന്ന പോലെ പറയുന്ന ആ ഡ്രസ് എനിക്ക് ഒട്ടും പറ്റില്ല, കംഫർട്ടബിൾ അല്ലെന്ന് ഞാൻ കരയോ. പിന്നെ രേണുവിന് കംഫർട്ടബിൾ അല്ല രേണു പറ. എന്നിട്ട് ഇവൻ ചെന്നേ പറഞ്ഞത് എന്നോടെല്ലാം പറഞ്ഞു തന്നെ. എന്നോട് അങ്ങനെ ഒരു സീൻ പറഞ്ഞു തന്നെ എനിക്ക് എല്ലാ മീഡിയക്കാരും ഇത് കേട്ടെങ്കിൽ എന്തുകൊണ്ട് അതിന് ശേഷമുള്ള വിഷ്വൽസ് എങ്കിലും അവർ ഷൂട്ട് ചെയ്തില്ല? ഷൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് പുറത്തു വിടുന്നില്ല? നിങ്ങൾ മീഡിയക്കാരോട്, നിങ്ങളെ സഹോദരങ്ങളായിട്ടുള്ള മീഡിയക്കാരോട് നിങ്ങൾ പോയി പറഞ്ഞു പറയുന്നു. ഈ പറഞ്ഞതിന് ശേഷമെങ്കിലും ആ മീഡിയക്കാർ അതിനുശേഷമുള്ള വിഷ്വൽസ് എങ്കിലും എന്തുകൊണ്ട് ഷൂട്ട് ചെയ്തില്ല, പുറത്തു വിടുന്നില്ല? ഷൂട്ട് ചെയ്തിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ പുറത്തു വിട്, സത്യം പുറത്തു വരട്ടെ. നിങ്ങളുടെ ഭാഗത്താണ് ന്യായമെങ്കിൽ ഞങ്ങൾ ഉൾപ്പെടെ നിങ്ങളുടെ കൂടെ നിൽക്കും. നിങ്ങൾ പറയുന്നത് തൊണ്ട തൊടാതെ വിഴുങ്ങി ഇരിക്കാൻ പറ്റത്തില്ല. കാര്യം നിങ്ങൾ നാവെടുത്താൽ കള്ളം മാത്രമേ പറയത്തുള്ളൂ. അതുകൊണ്ട് സത്യം പറഞ്ഞതുവരെ ഞങ്ങളാരും കേട്ടിട്ടില്ല. ഇവിടെയും നിങ്ങൾ കള്ളമാണ് പറയുന്നത്. അയാൾ പറഞ്ഞിട്ടാണ് പ്രൊമോഷന് വേണ്ടി വിളിച്ചതെന്ന് എവിഡൻസ് ഉണ്ട്. നിങ്ങളുടെ വീഡിയോസ് മാത്രമേ പുറത്തുള്ളൂ. കംഫർട്ടബിൾ ഞാൻ അഭിനയിക്കും, കംഫർട്ടബിൾ അല്ലാതെ ഞാൻ അഭിനയിക്കും. ഇയാൾ എന്റെ അടുത്ത് ഒരു സീനും ഇയാൾ വിശദീകരിച്ച് പറഞ്ഞിട്ടില്ല. ഇയാൾ ലിപ് ലോക്ക് വേണമെന്ന് രാവിലെയാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞത് നടക്കത്തില്ല, ലിപ് ലോക്ക് എനിക്ക് പറ്റൂല. വേണമെങ്കിൽ ജസ്റ്റ് ഉമ്മ വെക്കുന്ന പോലെ കാണിക്കാം, ലിപ് ലോക്ക് എനിക്ക് പറ്റൂല. ഇയാളുടെ വൈഫ് നിന്ന് നിർബന്ധിക്കുകയാണ് ലിപ് ലോക്ക് ചെയ്യും, എനിക്ക് കുഴപ്പമില്ലല്ലോ. ഇവരുടെ ഉദ്ദേശം ഇപ്പൊ മനസ്സിലായി. തീർത്താത്തെന്ന് പറഞ്ഞ വൃത്തികെട്ട നീചമായിട്ടുള്ള സ്ത്രീക്ക് എന്റെ വീഡിയോസ് എടുത്ത് പല പോൺ സൈറ്റിൽ വിടാനായിരുന്നു എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായി. എന്നെ അതിന് കിട്ടത്തില്ലെന്ന് ഞാൻ അതിനകത്ത് പോൺ സൈറ്റേ ബാക്കിയൊക്കെ എനിക്ക് അതിനെക്കുറിച്ച് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. വ്യക്തമായിട്ട് ഞാൻ ലാസ്റ്റ് പറയുന്നുണ്ട്. എന്നെ ആ ഡ്രസ് നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടാൽ അറിയാം. അവരിറക്കിയ വീഡിയോയ്ക്ക് വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഈ ഡ്രസ്സിൽ ഞാൻ ചെയ്യൂല, കംഫർട്ടബിൾ അല്ലെന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, ഞാനാണ് പറഞ്ഞത് ഞാൻ ചെയ്യൂല എന്ന് പറഞ്ഞപ്പോൾ അയാൾ കുറെ നേരം മിണ്ടുന്നത്. അപ്പം അവരുടെ നാടകം കഴിഞ്ഞു. അതായത് ഷെഫീന ബീവി എന്ന് പറയുന്ന ഈ തെറുത്താത്ത കള്ളി മറ്റവൾക്ക് കൊടുക്കാനുള്ള വീഡിയോ ആയിരുന്നു ഇത്. ഇവർ ആ മറ്റവള് ഇനിയിപ്പോ എനിക്ക് സത്യം പറഞ്ഞ ആൽബത്തിൽ വിളിക്കുന്ന എനിക്ക് പേടിയുണ്ട്. കാരണം ഇവരുടെ പറവിലുള്ള ചതിക്കുള്ളിയാണോ എന്ന് എനിക്കിപ്പോൾ സംശയമുണ്ട്. ആര് വിളിച്ചാലും ഞാൻ അറിയാവുന്നവരെ വിളിച്ചാൽ മാത്രമേ എന്റെ മാനേജറുമായിട്ട് കോൺടാക്ട് ചെയ്ത് മാത്രമേ ഞാൻ ചെയ്യത്തുള്ളൂ. ഇനി എല്ലാ കാര്യങ്ങളും അതായത് വന്നല്ല വനമാല മാനേജർ. ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണേ, എന്നെ കണ്ടുപിടിക്കുന്നവരോട്, ആർട്ടിസ്റ്റുകൾക്ക് മാനേജർ ഉണ്ടാവാറുണ്ട്. വലിയ വലിയ ആർട്ടിസ്റ്റുകൾക്ക്, ഇപ്പോൾ ലാലേട്ടൻ, മമ്മൂക്ക, അതുപോലെ ആൾക്കാർക്ക് മാനേജേഴ്സ് ഉണ്ടാവാറുണ്ട്. ഇവിടെ രേഷ്മ പി തങ്കച്ചൻ വലിയ ആർട്ടിസ്റ്റ് ആണല്ലോ, മാനേജറുണ്ട്. ഈ മാനേജർ നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഏതെങ്കിലും ലൊക്കേഷനിൽ, ഏതെങ്കിലും മീഡിയക്കകത്ത് കണ്ടിട്ടില്ല അല്ലേ? പക്ഷേ ഇവരുടെ ഇൻസ്റ്റഗ്രാം നിങ്ങളും കയറി നോക്കണം. കരിഷ്മ എ എന്നാണ് ഇൻസ്റ്റഗ്രാമിൽ പേര്. രേഷ്മ പി തങ്കച്ചന്റെ മാനേജർ ആയിരിക്കേണ്ട എന്തെങ്കിലും ആവശ്യം അവർക്കുണ്ടോ എന്ന് നിങ്ങൾക്ക് അവരുടെ ഇൻസ്റ്റഗ്രാം നോക്കുമ്പോൾ അറിയാൻ പറ്റും. കരിഷ്മ ചേച്ചിക്ക് ഫിനാൻഷ്യലി വെൽ സെറ്റിൽഡ് ആണ്, സോഷ്യലി വെൽ സെറ്റിൽഡ് ആണ്. ചേച്ചി ഭയങ്കര ഹൈടെക് ആണ്. ഓക്കെ, രേഷ്മ പി തങ്കച്ചന്റെ മാനേജർ ആയിരിക്കേണ്ട യാതൊരു ആവശ്യവും അവർക്കില്ല. അപ്പോൾ എനിക്ക് എൻ്റെ ഒരു സംശയം, ശരിക്കും രേഷ്മ പി തങ്കച്ചനാണ് അവരുടെ ജോലിക്കാരി. ഏതെങ്കിലും ലൊക്കേഷനിൽ ഇപ്പോൾ മാനേജേഴ്സ് ആർട്ടിസ്റ്റിന്റെ കൂടെയല്ലേ നിൽക്കേണ്ടത്? പക്ഷേ എന്തുകൊണ്ടാണ് ഈ കരിഷ്മ എന്ന് പറയുന്ന ലേഡി ഇവരുടെ കൂടെ എവിടെയും ഇറങ്ങാത്തത്? ദുബായിൽ ഇരുന്നുകൊണ്ട് രേഷ്മ പി തങ്കച്ചന്റെ കാര്യങ്ങൾ എങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റുന്നത്? നാട്ടിലെ കാര്യങ്ങളൊക്കെ എങ്ങനെ മാനേജ് ചെയ്യും? ഈ ഒരു ലൊക്കേഷനിൽ പോലും ഇവർ ഒറ്റയ്ക്കാണ് ചെന്നതെന്ന് പറയുന്നു. എന്തിനു വേണ്ടി? എന്തുകൊണ്ട് ഇവരുടെ കൂടെ ആരും പോയില്ല? മാനേജറുള്ള ആളാണല്ലോ, എന്തുകൊണ്ട് മാനേജർ പോയില്ല? ഇവരുടെ കൂടെ ഏതെങ്കിലും ലൊക്കേഷനിൽ മാനേജർ പോയിട്ടുണ്ടോ? അങ്ങനെ മാനേജർ പോയിട്ടുണ്ടെങ്കിൽ ഇവരുടെ കൂടെ മാനേജർ കാണണ്ടേ? പല ബൈറ്റുകളിലും പല ചാനലുകളും പുറത്തുവിടുന്ന വീഡിയോകളിൽ കാണണ്ടേ? കണ്ടിട്ടില്ല. അപ്പൊ ഈ മാനേജറുടെ ഇന്റൻഷൻ എന്താണ്? ബാക്കിയൊക്കെ ഈ കള്ളി താത്തയ്ക്ക് വേണ്ടിയിട്ടാണ് ഇവൻ ഈ വീഡിയോ ക്രിയേറ്റ് ചെയ്തത്. ലാസ്റ്റത്തെ ഒരു വീഡിയോ ഞാൻ ഒരു മദ്യവും കഴിച്ചില്ല, മയക്കുമതി. എനിക്ക് എന്റെ ശരീരം മുഴുവൻ കാണിച്ചുള്ള വൃത്തികെട്ട വേഷം ഇട്ട് അവൻ എന്നെ കവച്ചെടുക്കണം, അത് ഉമ്മ വെക്കണമെന്നുള്ള സീൻ ഞാൻ അഭിനയിക്കത്തില്ലെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ചെറ്റകൾ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്. പിന്നെ എനിക്ക് തന്ന 5000 രൂപ അഡ്വാൻസ്. എന്തായാലും ഷഫീന ബേബിക്ക് വേണ്ടിയാണോ, ഇനി നിങ്ങൾ മദ്യം കഴിച്ചോ, ഇതൊന്നും നമ്മുടെ വിഷയമല്ല. കാരണം അത് നിങ്ങൾ തെളിയിക്കേണ്ട കാര്യമാണ്. ഷഫീന ബേബിക്ക് വേണ്ടി അല്ല എന്നുള്ളത് അവർ തെളിയിക്കണം, ഷഫീന ബേബിക്ക് വേണ്ടിയാണ് എന്നുള്ളത് നിങ്ങൾ തെളിയിക്കണം. അത് നമ്മുടെ വിഷയമല്ല. നമ്മുടെ വിഷയം നിങ്ങൾ പറയുന്ന കള്ളങ്ങളാണ്. ഓക്കെ, ഇനി ഇതിനകത്തുള്ള കള്ളങ്ങൾ എന്താണെന്ന് ജനങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞു. നിങ്ങൾ ഇനി എന്തൊക്കെ വെളുപ്പിച്ചിട്ടും കാര്യമില്ല. നിങ്ങൾ ഇങ്ങനൊരു ആർട്ടിസ്റ്റാണ്, ഇങ്ങനൊരു ആളാണ് എന്ന് സൊസൈറ്റിക്ക് മനസ്സിലായി കഴിഞ്ഞു. നിങ്ങളെ താങ്ങുന്ന കുറേ ടീമുകളുണ്ടാവും. അവർ മാത്രം നിങ്ങളെ വിശ്വസിക്കും. ദേ രേണുവിൻ്റെ വോയിസ്, ദേ രേഷ്മയുടെ വോയിസ്, ദേ രേണുവിൻ്റെ വോയിസ്, ദേ രേഷ്മയുടെ വോയിസ് എന്ന് പറഞ്ഞിട്ട് സ്പ്രെഡ് ചെയ്യാൻ ആൾക്കാരുണ്ടാവുമായിരിക്കും. പക്ഷേ തെളിവ് വേണം. നിങ്ങൾ ഈ പറയുന്നതിൻ്റെ കാര്യങ്ങൾ എവിഡൻസ് കാണിക്കുക. അത് ഞങ്ങൾക്ക് കൺവീൻസ്ഡ് ആവുകയാണെങ്കിൽ ഞങ്ങൾ കൂടെ നിൽക്കും, നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കും. ഈ വിപിനോട് ഞങ്ങൾ തർക്കിച്ച് സംസാരിക്കും. പക്ഷേ
ഞങ്ങൾക്ക് തെളിവുകൾ വേണം. തെളിവുകൾ വെക്കും. ചുമ്മാ വളവളവള സംസാരിച്ചിട്ട് കാര്യമില്ല. തെളിവുകൾ വെക്കും. ബാക്കി 30,000 ഒന്നല്ലേ പറഞ്ഞ 5,000 രൂപ അഡ്വാൻസ് അത് ഞാൻ തിരിച്ചു കൊടുക്കുന്നില്ലെന്ന് വെച്ച് വേറെ ഒന്നുമല്ല. എന്റെ രാവിലെ തൊട്ടുള്ള ആ ഒരു വലിയ വേറെ പ്രോജക്റ്റ് ഞാൻ മാറ്റി വെച്ചിട്ടാണ് ഞാൻ ഇതിന് ഞാൻ പോകുന്നത്. എന്റെ കാശിന് 1,500 രൂപ മുടക്കി ഞാനാണ് 1,500. അല്ലെങ്കിലും വാങ്ങിച്ച പൈസ തിരിച്ചു കൊടുത്ത ചരിത്രം രേഷ്മാ പിതാങ്കച്ചന് ഇല്ലല്ലോ. എത്രയോ അനുഭവങ്ങൾ ആൾക്കാർക്കുണ്ട്. കൈനീട്ട് വാങ്ങിച്ചാൽ തിരിച്ചു കൊടുക്കാൻ നമ്മൾ കൊടുക്കത്തില്ല. അത് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ബാക്കി 1,500 രൂപ മുടക്കി ഞാനാണ് സ്ലീപ്പർ ബസ് ബുക്ക് ചെയ്ത് അവിടെ പോയതും തിരിച്ചു വന്നത്. ഞാൻ ഈ മീഡിയക്കാർ കുറച്ച് പേര് സുഹൃത്തുക്കൾ ഉള്ളതുകൊണ്ട് അവരുടെ കാറ കയറി വന്നത്. അല്ലാതെ ഈ വൃത്തികെട്ടവും പറഞ്ഞ പോലെ ഞാൻ ഒരു മദ്യവും കഴിച്ചിട്ടില്ല, മയക്കുമരുന്നും കഴിച്ചില്ല. അത് എനിക്കറിയാം, അവിടെയുള്ള സകലമാന ആൾക്കാർക്കും അറിയാം. ഇതാണ് എനിക്ക് ഇതിനെപ്പറ്റി പറയാനുള്ളത്. ഒരാളെ കാണിക്കാൻ പറ്റുമോ? സകലമാനം ആൾക്കാർക്കും അറിയാമെന്ന് പറയുന്നു. ഒരാളെ കാണിച്ചു തരുമോ? കാണിച്ചതാ. നിങ്ങളുടെ ഭാഗം ന്യായീകരിക്കുക, നിങ്ങളുടെ ഭാഗം തെളിയിക്കുക. നിങ്ങൾ നാവിലൂടെ അല്ല തെളിയിക്കേണ്ടത്. നിങ്ങൾ നിങ്ങളുടെ ആൾക്കാരെ വിളിച്ച് പറയേ എനിക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, നിങ്ങൾ എനിക്ക് വേണ്ടി സംസാരിക്കണം എന്ന് പറയൂ. നിങ്ങളുടെ ആൾക്കാരെന്ന് പറയാൻ ആ മീഡിയക്കാരന്മാർ, അല്ലെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന മറ്റുള്ള ആൾക്കാർ, അവിടെ ഉണ്ടായിരുന്ന ആൾക്കാർ. അല്ലാണ്ട് നാട്ടിൽ വന്നിട്ട് RJ ലച്ചുനെയും നിങ്ങളെ മറ്റേ വാലുകളെന്ന് വിളിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ അവിടെ ഉള്ളവരെ കൊണ്ട് പറയിപ്പിക്കും. അവിടെ ഉള്ളവർ പറയട്ടെ ഇവിടെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല, രേഷ്മ പറയുന്നതാണ് ശരി എന്ന് അവിടെ ഉള്ളവർ പറയട്ടെ. അവിടെ ഉണ്ടായിരുന്നവർ പറയട്ടെ, സ്പോട്ടിൽ ഉണ്ടായിരുന്നവർ. അല്ലാതെ നാട്ടിൽ നിൽക്കുന്ന ആൾക്കാർ വന്നിട്ട് രേഷ്മ ചേച്ചി പാവമാണ്, എന്താ സൽഗുണ സമ്പന്നയാണ്, നിഷ്കളങ്കയാണ് എന്ന് പറയുന്നതിൽ ഒരു അർത്ഥമില്ല. ഇതൊക്കെ ഞങ്ങൾ കുറേ കേട്ടതാണ്, കേട്ട് മടുത്തതാണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഇതിന് കാര്യങ്ങൾ. ബാക്കി ഇനി ഒരു 2-3 മിനിറ്റ് വീഡിയോ കൂടെ ഉണ്ട്, ഞാനത് വെക്കുന്നില്ല. ഇത്രയൊക്കെ തന്നെ മതി പൊളിക്കാൻ വേണ്ടി, ഏകദേശം ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ഇപ്പോൾ രേഷ്മാ പിതാങ്കച്ചൻ്റെ ഈ വിഷ്വൽസ് കണ്ടിട്ട് നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും ആ ഇൻ്റർവ്യൂ ഒക്കെ. നിങ്ങൾക്ക് എന്താണ് തോന്നിയുള്ള കാര്യം നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.